ഒരിക്കൽ ഒരു വലിയ നഗരത്തിൽ ഒരു ഓട്ടമത്സരം നടക്കുകയായിരുന്നു. എല്ലാവരും വളരെ ആവേശത്തിലായിരുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ കരുത്തരായ ഒരുപാട് യുവാക്കൾ എത്തിയിരുന്നു. കൂട്ടത്തിൽ ശാരീരികമായി അല്പം ബലഹീനനായ ഒരു കൊച്ചു ബാലനുമുണ്ടായിരുന്നു. വെടിമുഴങ്ങി. മത്സരം തുടങ്ങി. എല്ലാവരും അതിവേഗത്തിൽ മുന്നോട്ടു കുതിച്ചു. എന്നാൽ ഈ കൊച്ചുബാലൻ എല്ലാവർക്കും പിന്നിലായിപ്പോയി. കാണികൾ അവനെ നോക്കി പരിഹസിച്ചു ചിരിക്കാൻ തുടങ്ങി. ഇവന് എന്തിന്റെ കേടാണ്? ഇവനെക്കൊണ്ട് ജയിക്കാൻ കഴിയില്ലെന്ന് ഇവനറിയില്ലേ? പകുതി ദൂരം കഴിഞ്ഞപ്പോൾ മുൻപിൽ ഓടിക്കൊണ്ടിരുന്ന പലരും തളർന്നു വീഴാൻ തുടങ്ങി. ചിലർക്ക് ശ്വാസം മുട്ടി, ചിലർക്ക് കാലിന് വേദനയെടുത്തു. അവർ വഴിയിലിരുന്നു പോയി. എന്നാൽ ആ കൊച്ചുബാലൻ പതുക്കെയാണെങ്കിലും തന്റെ നടത്തം നിർത്തിയില്ല. അവൻ വീണില്ല, അവൻ വിശ്രമിച്ചില്ല. അവൻ തന്റെ ലക്ഷ്യമായ ആ ഫിനിഷിംഗ് ലൈനിലേക്ക് മാത്രം നോക്കി മുന്നോട്ടു നീങ്ങി. ഒടുവിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ബാലൻ ഫിനിഷിംഗ് ലൈൻ കടന്നു. മത്സരത്തിൽ ഒന്നാമനായി എത്തിയത് അവനായിരുന്നില്ല. എങ്കിലും കാണികൾ എഴുന്നേറ്റുനിന്ന് അവനുവേണ്ടി കൈയടിച്ചു. ആ വലിയ മൈതാനത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനം ലഭിച്ചത് ആ ബാലനായിരുന്നു. ഒരാൾ അവനോട് ചോദിച്ചു, "നീ ഒന്നാമനായില്ലല്ലോ, എന്നിട്ടും നീ എന്തിനാണ് ഇത്രയധികം സന്തോഷിക്കുന്നത്?" ബാലൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "എന്റെ ലക്ഷ്യം മറ്റുള്ളവരെ തോൽപ്പിക്കുക എന്നതായിരുന്നില്ല. മറിച്ച് ഈ മത്സരം പൂർത്തിയാക്കുക എന്നതായിരുന്നു. ഞാൻ വീഴാതെ ലക്ഷ്യസ്ഥാനത്തെത്തി. അതാണ് എന്റെ വിജയം. ജീവിതത്തിൽ വിജയിക്കുക എന്നാൽ എപ്പോഴും മറ്റുള്ളവരേക്കാൾ വേഗത്തിൽ ഓടുക എന്നല്ല അർത്ഥം. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ സ്വന്തം ലക്ഷ്യത്തിൽ ഉറച്ചുനിന്ന് അത് പൂർത്തിയാക്കുന്നതാണ് യഥാർത്ഥ വിജയം. നമ്മുടെ പോരാട്ടം നമ്മളോട് തന്നെയാകണം."